തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനമിടിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ചത് പാറശാല പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാറാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. സൂര്യഗായത്രി വിവരങ്ങളുമായി ചേരുന്നു. സൂര്യഗായത്രി, ഇതുമായി ബന്ധപ്പെട്ട് ഈ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തോ? കാർ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ അജ്ഞാത വാഹനം ഇടിച്ച് വൃദ്ധൻ മരിച്ചു എന്നുള്ളതാണ് ആദ്യം വന്ന വിവരം. പിന്നീട് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹന ഉടമയിലേക്ക് കിളിമാനൂർ പോലീസ് എത്തുന്നത്. പാറശാല SHO CIP അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു. പക്ഷേ അനിൽകുമാറുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഇതെന്താണെന്ന് ചോദിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കിളിമാനൂർ പോലീസ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അനിൽകുമാർ കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. താൻ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നുള്ളത് അനിൽകുമാർ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. വാഹനം ഇടിച്ച് പരിക്കേറ്റയാൾ എഴുന്നേൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയത് എന്നുള്ളതാണ് SHO ഇപ്പോൾ കിളിമാനൂർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് ഈ അപകടം നടക്കുന്നത്. അപകടത്തിൽ വൃദ്ധൻ മരിച്ചു. ഈ കാർ നിർത്താതെ പിന്നീട് ഈ അപകടം നടന്നതിന് ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. അതിനുള്ള ന്യായീകരണമാണ് ഇപ്പോൾ പോലീസ് ഇടിച്ചിട്ടയാൾ എഴുന്നേൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്ന് SHO ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിൽ ഇന്ന് തന്നെ ഈ അനിൽകുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള വിവരമാണ് അറിയുന്നത്. തിരുവനന്തപുരം റൂറൽ SP റേഞ്ച് DIGക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു പോലീസുകാരന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പോലീസുകാരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് അതീവ ഗൗരവതരമായിട്ട് തന്നെയാണ് കാണുന്നത്. അപകടം ഉണ്ടായതിനു ശേഷം ആ വണ്ടി നിർത്തി വീട് കിടക്കുന്നയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്നതുപോലും തിരിഞ്ഞു നോക്കാതെ വണ്ടി ഓടിച്ച് പോവുകയായിരുന്നു. എന്തായാലും അനിൽകുമാർ ഇപ്പോൾ സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളതാണ് കിളിമാനൂർ പോലീസ് ഈ പറയുന്നത്. എന്തായാലും ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. ശരി സൂര്യ.